Welcome to Chandru's kitchen. Today I am going to prepare ഉലുവ കഞ്ഞി. സാധാരണ മൺസൂൺ കാലത്ത് പ്രത്യേകിച്ചും കർക്കിടകത്തിലാണ് ഉലുവ കഞ്ഞി കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതൊരു വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളൊരു കഞ്ഞിയാണ്. പ്രത്യേകിച്ചും ബോഡി പെയിനൊക്കെ, നമുക്ക് തണുപ്പ് കാലത്ത് കൂടുതൽ ബോഡി പെയിനൊക്കെ പ്രായമുള്ളവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വളരെ നല്ലൊരു ഔഷധമായിട്ടാണിത് കണക്കാക്കപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന റെസിപ്പിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. ഉലുവ കഞ്ഞിക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് റോ റൈസ് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയത്, 1/2 ടീസ്പൂൺ ഉലുവ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇത് രണ്ടും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഉലുവ കഞ്ഞിക്കുള്ള അരപ്പ്, അതിനായിട്ട് ഇവിടെ ഞാൻ 1/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, 2 ചുവന്നുള്ളി, 1 നുള്ള് നല്ല ജീരകം, ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങയും ഉള്ളിയും ജീരകവും ചേർത്ത് വെച്ചിരിക്കുന്നത്, അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്തതാണ്, ഇപ്പോൾ പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളവും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നത് തിളച്ചാൽ മതി. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കഞ്ഞിയുടെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മുടെ ഉലുവ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദേറിയൊരു കഞ്ഞിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻജോയ് ദ റെസിപ്പി. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.